ഹൊറർ ജോണറിൽ മോളിവുഡിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ബെഞ്ചുമാർക്ക് സൃഷ്ടിച്ച സംവിധായകനാണ് രാഹുൽ സദാശിവം. റെഡ് റെയിൻ, ഭൂതകാലം, ഭ്രമയുഗം, ഡി സീറോ എന്നീ ചിത്രങ്ങൾ. റെഡ് റെയിൻ പ്രേക്ഷക ശ്രദ്ധ നേടാതെ പോയ ചിത്രമായിരുന്നെങ്കിൽ ഡയറക്ടഡ് ഒ ടി ടി റിലീസായി എത്തിയ ഭൂതകാലവും തിയേറ്റർ റിലീസായി എത്തിയ ഭ്രമയുഗവും വലിയ പ്രേക്ഷക പ്രീതി നേടി. ഇപ്പോഴത്തെ ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണം നേടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഡി സീറോയും. പ്രണവ് മോഹൻലാൽ നായകനാവുന്ന ഈ ചിത്രം ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. അണിയറ പ്രവർത്തകർ ഏറെ ശ്രദ്ധാപൂർവം നടത്തിയ കാമ്പയിനും ചിത്രത്തിൽ പ്രസാവുന്ന കാഴ്ചയാണ് തിയേറ്ററിലുള്ളത്. ആദ്യ ദിവസം ടിക്കറ്റ് വിൽപ്പനയിൽ വൻ കുതിപ്പാണ് ചിത്രം നേടിയത്. മലയാളത്തിൽ ആദ്യമായി റിലീസായ തലേ രാത്രി കേരളം ഒട്ടാകെ പേഡ് പ്രീമിയർ ഷോ നടത്തി ചിത്രമാണ് ഡി സീറോ. അതിനു മുൻപ് അണിയറക്കാർ അഭ്യൂഹങ്ങളോ പ്രസ് മീറ്റോ ഒന്നും നടത്തിയിരുന്നില്ല. എന്നാൽ പ്രീമിയർ ഷോയിലൂടെ ചിത്രം ക്ലിക്കായതോടെ ആദ്യ ദിവസം ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയരുന്ന കാഴ്ചയായിരുന്നു. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ കണക്കുകൾ ഏറ്റെടുത്താൽ അവിടെ നിന്ന് മാത്രം ഡി സീറോ ആദ്യ ദിനം വിറ്റത് 2.38 ലക്ഷം ടിക്കറ്റുകളാണ്. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ആദ്യദിന ബുക്ക് മൈ ഷോ വിൽപ്പനയിൽ കൂട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇതോടെ ചിത്രം. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ആദ്യദിന ബുക്ക് മൈ ഷോ വിൽപ്പന മോഹൻലാൽ ചിത്രം തുടരത്തിന്റെ പേരിലാണ്. 4.19 ലക്ഷം ടിക്കറ്റാണ് തുടരും ആദ്യ ദിനം വിറ്റത്. രണ്ടാം സ്ഥാനത്ത് എമ്പുരാനാണ്. 3.79 ലക്ഷം ടിക്കറ്റാണ് വിറ്റത്. മൂന്നാം സ്ഥാനം ബ്ലസ്സിയുടെ പൃഥ്വിരാജ് ചിത്രം ആടുജീവിതവും. 2.94 ലക്ഷമാണ് ആടുജീവിതത്തിന്റെ ബുക്ക് മൈ ഷോയിൽ ഓപ്പണിംഗ് സെയിൽ. നാലാമത് ഡി സീറോ. സമീപകാലത്ത് മലയാള സിനിമയിലെ പല ശ്രദ്ധേയ ചിത്രങ്ങളുടെയും ഇക്കാര്യത്തിൽ പ്രണവ് മോഹൻലാൽ ചിത്രം മറികടന്നു. മാർക്കോ 1.86 ലക്ഷം, മഞ്ഞുമൽ ബോയ്സ് 1.48 ലക്ഷം, ആവേശം 1.46 ലക്ഷം, ടർബോ 1.46 ലക്ഷം, ലോക 1.37 ലക്ഷം, ഹൃദയപൂർവ്വം 1.14 ലക്ഷം, ഭ്രമയുഗം 1.04 ലക്ഷം തുടങ്ങിയ ചിത്രങ്ങളെയൊക്കെ ബുക്ക് മൈ ഷോ റിലീസ് ഡേ ടിക്കറ്റ് സെയിൽസിൽ ഡി സീറോ മറികടന്നു. ആദ്യ വാരാന്ത്യ കളക്ഷനിലെ ചിത്രം മികച്ച പ്രകടനം നടത്തുമെന്ന് ഉറപ്പാണ്.